മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജഗദീഷ്. ഹാസ്യതാരമായിട്ടാണ് ജഗദീഷ് മലയാളികളുടെ മനസ്സിൽ ഇടം നേടുന്നത്. എന്നാൽ നായകനായും സഹനടനായും വില്ലനായും എല്ലാം ജഗദീഷ് കയ്യടി നേടിയിട്ടുണ്ട്. ഓൺ സ്ക്രീനിൽ എന്നെന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും തന്നിട്ടുള്ള ജഗദീഷ് ഓഫ് സ്ക്രീനിലും ജനപ്രിയനാണ്. അവതാരകനായും അദ്ദേഹം കയ്യടി നേടിയിട്ടുണ്ട്. തന്റെ നിലപാടുകളിലൂടെയും ജഗദീഷ് കയ്യടി നേടിയിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് അഭിനയത്തിൽ കൂടുതൽ സജീവമായി മാറിയിരിക്കുകയാണ് ജഗദീഷ്. ഈ അടുത്തിറങ്ങിയ ചിത്രങ്ങളിൽ ജഗദീഷിന്റെ മിന്നും പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ച സിനിമയാണ് ഫാലിമി. ബേസിൽ ജോസഫ് നായകനായ ചിത്രത്തിൽ ബേസിലിന്റെ അച്ഛനായിട്ടാണ് ജഗദീഷ് അഭിനയിച്ചത്. തിയേറ്ററിൽ നിന്നും മികച്ച പ്രതികരണങ്ങളാണ് ഫാലിമിക്ക് ജഗദീഷിനും ലഭിച്ചത്. അതേസമയം ഫാലിമിക്ക് വേണ്ടി ജഗദീഷ് മൊട്ടയടിച്ചതും ശ്രദ്ധ നേടിയിരുന്നു. ഇത്രയും നാളത്തെ സിനിമാ ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് ജഗദീഷ് സിനിമയ്ക്ക് വേണ്ടി മൊട്ടയടിക്കുന്നത്. ഇപ്പോഴിതാ ഫാലിമിക്ക് വേണ്ടി ജഗദീഷ് മൊട്ടയടിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. സംവിധായകൻ നിതീഷ് മഹാദേവാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. മൊട്ടയടിക്കുന്നതിനെ കുറിച്ച് വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ജഗദീഷ്. കഥാപാത്രത്തിനു വേണ്ടി മൊട്ടയടിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ് ജഗദീഷ് പറയുന്നത്. ജീവിതത്തിൽ ആദ്യമായാണ് മൊട്ടയടിക്കുന്നത്. പല നടന്മാരും ചെയ്യുന്നുണ്ട്. ആ ഭാഗ്യം എനിക്കും തന്നിരിക്കുകയാണ്. സംവിധായകൻ നിതീഷ് എന്നാണ് ജഗദീഷ് പറയുന്നത്. കഥാപാത്രത്തിനു വേണ്ടി മൊട്ടയടിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും ഉള്ളൂ എന്നാണ് ജഗദീഷ് പറയുന്നത്. അതേസമയം മൊട്ടയടിക്കുന്നതിന് പകരം പ്രോസ്തെറ്റിക് മേക്കപ്പോ വിക്കോ വെച്ചാൽ റിയാലിറ്റി കിട്ടില്ലെന്നും ജഗദീഷ് പറയുന്നുണ്ട്. പിന്നാലെ ജഗദീഷിനെ ട്രോളിക്കൊണ്ട് നടി മഞ്ജു പിള്ളയും എത്തുന്നുണ്ട്. ഇതെല്ലാം വെറുതെ പറയുകയാണെന്നും അദ്ദേഹം മാറിയിരുന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നുമാണ് മഞ്ജു പിള്ള പറയുന്നത്. അതേസമയം സൗന്ദര്യമുള്ളവർക്കല്ലേ അത് നഷ്ടപ്പെടുന്നതിന്റെ വേദനയുണ്ടാകൂ എന്നായിരുന്നു ജഗദീഷിന്റെ കൗണ്ടർ. ചിത്രത്തിൽ മഞ്ജു പിള്ളയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ബേസിലിന്റെ അമ്മയായിട്ടാണ് മഞ്ജു പിള്ള അഭിനയിക്കുന്നത്. ജനപ്രിയ ജോഡിയായ മഞ്ജു പിള്ളയുടെയും ജഗദീഷിന്റെയും തിരിച്ചുവരവ് കൂടിയായിരുന്നു ഫാലിമി. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.